അങ്ങനെ ദീപക് കേസിലെ പ്രതിയായിട്ടുള്ള ഷിംജിതയ്ക്കെതിരെ മറ്റൊരു കേസ് കൂടി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഷിംജിത ദീപകിനെതിരെ ചിത്രീകരിച്ച വീഡിയോയിൽ ഉൾപ്പെട്ട യുവതിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ദീപക് കേസ്, ആരാണ് ഷിംജിത എന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. തന്നോട് മോശമായി പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു യുവതി വീഡിയോ ചിത്രീകരിച്ചത് കാരണം ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടല്ലോ, അതിൽ ആത്മഹത്യ ചെയ്ത ആളുടെ പേരാണ് ദീപക്. വീഡിയോ ചിത്രീകരിച്ച പെണ്ണാണ് ഷിംജിത. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആൾ അറസ്റ്റ് ചെയ്തൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്തായാലും ഈ അറസ്റ്റിന് പിന്നാലെ മറ്റൊരു കേസ് കൂടി ഷിംജിതയ്ക്കെതിരെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തന്റെ അനുവാദമില്ലാതെ തന്റെ മുഖം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ യുവതി പരാതി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടുനോക്കാം. കോഴിക്കോട്ടെ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഷിംജിതയ്ക്കെതിരെ പരാതി. വീഡിയോ ചിത്രീകരിച്ച ബസ്സിലെ പെൺകുട്ടിയാണ് പരാതിക്കാരി. തന്റെ മുഖം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാണ് ആരോപണം. വിശദാംശങ്ങൾ ദീപ ഹരീന്ദ്രനാഥ് നൽകും. ദീപ, അങ്ങനെ ഷിംജിതയ്ക്കെതിരെ ഒരു കുരുക്ക് കൂടി, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? ഷിംജിതയ്ക്കെതിരെ ഒരു കുരുക്ക് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ദീപക്കും ഷിംജിതയും സഞ്ചരിച്ച അതേ ബസ്സിൽ ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഈ ഷിംജിത ദീപകിന്റെ ചിത്രീകരിച്ച വീഡിയോയിൽ ഈ പെൺകുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് താൻ ഉൾപ്പെട്ട ആ വീഡിയോ സൈബർ ഇടങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഇതൊരുമാതിരി ഇടിവെട്ടവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ മാതിരിയായല്ലോ. ഓൾറെഡി ദീപകിനെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചത് കാരണം ഷിംജിതയ്ക്ക് ഇല്ലാത്ത ഊരാ കൊടുക്കില്ല. അത് കാരണം ആളിപ്പോ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടാണ് ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ മറ്റൊരു കേസുമായി അടുത്ത യുവതി വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഷിംജിത ദീപകിനെതിരെ ചിത്രീകരിച്ച ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ ബാക്കിൽ നിന്ന് ഫോൺ ചെയ്യുന്ന യുവതിയാണെന്ന് തോന്നുന്നു ഇപ്പൊ നിലവിൽ ഷിംജിതയ്ക്കെതിരെ കേസ് കൊടുത്തത്. അല്ലാതെ ഇപ്പൊ വേറെ ആരും കേസ് കൊടുക്കാൻ സാധ്യതയില്ല. എന്തായാലും മൊത്തത്തിൽ ഷിംജിത പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുറെ ദിവസമായിട്ട് ദീപകിന്റെയും ഷിംജിതയുടെയും വിഷയമാണല്ലോ അല്ലെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സെൻസേഷൻ ആയിട്ടുള്ള ഒരു സംഭവം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ ബസ്സിൽ വെച്ച് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതും അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഇടയ്ക്കിടെ നടക്കുന്ന ഒരു സംഭവ വികാസമായിരുന്നെങ്കിലും അതൊന്നും ഇത്ര വലിയ ചർച്ചയായി മാറിയിരുന്നില്ല. എന്നാൽ ഇത്തവണ ദീപകിന്റെ മരണം എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചു എന്ന് തന്നെ പറയാം. ദീപകിന്റെ ആത്മഹത്യ തന്നെയാണ് ഈ സംഭവത്തെ ഇത്രയും സെൻസേഷൻ ആക്കിയത്. അല്ലെങ്കിൽ എല്ലാ തവണത്തെയും പോലെ ചെറിയ ചർച്ചകളിൽ ഈ സംഭവം ഒതുങ്ങിപ്പോയേനെ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഷിംജിത ദീപക് വിഷയമല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു സംഭവമാണ് വർണ്ണദാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ട്രെയിനിൽ വെച്ചുണ്ടായ ഒരു അനുഭവം. അതിന് ആ പെൺകുട്ടി ഡീൽ ചെയ്ത രീതി, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏകദേശം 6 മാസം മുമ്പ് ട്രെയിനിൽ യാത്ര ചെയ്യവേ 65 വയസ്സുള്ള ഒരു കിളവനിൽ നിന്നാണ് ഈ പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായത്. അയാൾ പെൺകുട്ടിയെ മോശമായി തൊടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി പേടിച്ചു പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ മനസാന്നിധ്യം വീണ്ടെടുക്കുകയും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന രീതിയിൽ ആ സംഭവത്തെ ഡീൽ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ടും താൻ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നും പറഞ്ഞുകൊണ്ടും ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 മാസം മുമ്പാണ് അത്. അന്ന് അതിന് അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. 7 മില്യണോളം ആളുകൾ അത് കണ്ടു. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയിൽ നിന്ന് കോഴിക്കോടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. ആ സമയത്ത് എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. ഒരു 65 വയസ്സായ ഒരാള് ആ ചേട്ടൻ എന്നെ മോശമായിട്ട് തൊട്ടു. എനിക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ഒരാൾ പോലും അപ്പം റിയാക്ട് ചെയ്തിട്ടില്ല. തൊട്ട സമയത്ത് തന്നെ ഞാൻ ആളുടെ കൈ കയറി പിടിച്ചിട്ട് ചോദിച്ചു എന്താ പ്രശ്നം, എന്താ ചെയ്യുന്നത്, ദൂരേക്ക് മാറി ഇരുന്നൂടെ. ആൾക്ക് അടുത്തുനിന്ന് നീങ്ങിയിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്നുണ്ടായ പേടി അല്ലെ പുറത്താണ് ഞാൻ അപ്പം റിയാക്ട് ചെയ്തത്. പക്ഷെ എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. കാരണം ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഇനി അങ്ങോട്ട് സേഫ് ആണോ എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കാം. ആ സമയത്താണ് ഞാൻ ഈ റെയിൽ മദാത്ത് എന്നുള്ള ഒരു ആപ്പിന്റെ പണ്ട് എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനത്തെ ആപ്പുകൾ എന്റെ ഫോണിൽ ഉണ്ടാവലും വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡൗൺലോഡ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ ആപ്പ് സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഞാൻ അതിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ കംപ്ലൈന്റ് കൊടുത്തു. 11/12 ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ഇങ്ങനെ ഒരാൾ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. 11/16 എന്നെ അവർ കോൾ ചെയ്തു. ഞാൻ ആ സമയത്ത് കുറ്റിപ്പുറം സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ടായിരുന്നു. തിരൂരിന്ന് എന്നോട് പറഞ്ഞു തിരൂർ സ്റ്റേഷനിൽ പോലീസുകാർ കയറും എന്ന് പറഞ്ഞു. തിരൂരിന്ന് പോലീസുകാർ കയറി, സാറുമാർ കയറിയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നോട് അവിടെ ഇരുത്തി എന്നോട് എവിടെ ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ കോഴിക്കോടാണ്. ഓക്കെ, എന്നാൽ ശരി, കോഴിക്കോട് വരെ ഞങ്ങളുണ്ട്. കോഴിക്കോട് നമുക്ക് കേസ് ബാക്കി ശരിയാക്കാമെന്ന് എന്നോട് പറഞ്ഞു. അവരെന്റെ കൂടെ കയറി കോഴിക്കോട് വരെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ താനൂരിന്ന് സാറുമാർ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് എത്തുന്നവരെ എനിക്ക് പല നമ്പറിൽ നിന്ന് പല ഓഫീസേഴ്സ് വിളിച്ചുകൊണ്ടേയിരിക്കും. സേഫ് അല്ലേ, പ്രശ്നമില്ലല്ലോ, കൂടെ സാറുമാരില്ലേ, പേടിക്കണ്ട കേട്ടോ, ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്, കോഴിക്കോട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് ഇവരെന്നെ കണ്ടിന്യൂസ് ആയി ഇവരെന്നെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അവരോടാണ് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മുമ്പത്തെ ആള് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുന്നത്തെ ഒരാള് റിയാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യണ്ട. ഒരു മനുഷ്യൻ ചിലപ്പോൾ ആ സമയത്ത് റിയാക്ട് ചെയ്തൊന്നും വരില്ല. ട്രെയിനോ ബസ്സോ എന്നല്ല, എവിടെ യാത്ര ചെയ്യുമ്പോഴും
നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ റിയാക്ട് ചെയ്യണം. വേറെ ആരും റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ സമയത്ത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ആപ്പിന്റെ കാര്യം ഓർമ്മ വന്നതും അത് ഡൗൺലോഡ് ചെയ്യാനും അത് കേസ് ഫയൽ ചെയ്യാനൊക്കെ തോന്നിയത്. ആളുടെ പ്രായാധിക്യം കാരണം കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടില്ല. ഞാൻ ആൾക്ക് 3 പെൺമക്കളാണെന്ന് പറഞ്ഞു. ആ കുട്ടികള് അവർക്കിതൊരു പ്രശ്നമായി മാറണ്ടായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കേസ് ഫയൽ ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് ഭാവിയിൽ വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, റീച്ചിന് വേണ്ടിയുള്ള യാതൊരുവിധ ഗിമ്മിക്കുകളും ഈ പെൺകുട്ടി ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടില്ല. തന്നെ ഉപദ്രവിച്ച ആളുടെ ഫോട്ടോ ഇല്ല, സ്ലോ മോഷൻ വീഡിയോ ഇല്ല. ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന സമയം കൊണ്ട് അവൾ എന്ത് ചെയ്തു? റെയിൽ മദാദ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു പരാതി അങ്ങ് രജിസ്റ്റർ ചെയ്തു. ഒട്ടും വൈകാതെ തന്നെ അവൾക്ക് വേണ്ട സഹായവുമായി റെയിൽവേ പോലീസ് എത്തുകയും ചെയ്തു. പിന്നീട് ആ പെൺകുട്ടി കേസിൽ നിന്ന് പിന്മാറിയെന്ന് പറയുന്നുണ്ട്. അയാളുടെ പ്രായവും പിന്നെ 3 മക്കളുണ്ട് എന്ന സെന്റഡിയും കേട്ട സമയത്ത് ആ പെൺകുട്ടി കേസ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ശരിക്കും അതിന് ആവശ്യം ഉണ്ടായിരുന്നില്ല, കേസ് കൊടുക്കാമായിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പെൺകുട്ടി ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്ത രീതിയാണ് മാതൃകാപരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത്രയും അടിപൊളിയായിട്ടാണ് വർണ്ണദാസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദീപക് ഷിംജിത വിഷയത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള മെജോറിറ്റി ഓഫ് ആളുകൾ ഷിംജിതയ്ക്കെതിരെ സംസാരിക്കുന്നു എന്ന് വെച്ച് ഇനി ഇങ്ങനെ എന്ത് സംഭവം ഉണ്ടായാലും സ്ത്രീകൾ പറയുന്നത് വിശ്വസിക്കില്ല എന്നും പുരുഷന്മാരുടെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ എന്നൊന്നും അതിനർത്ഥമില്ല. ഷിംജിതയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഷിംജിതയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, ഷിംജിത തെറ്റ് ചെയ്തത് കൊണ്ടാണ്. ഷിംജിത ചിരിച്ചു കളിച്ച് ആ വീഡിയോയും എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഒരു പരാതി പോലും നൽകാൻ അവൾ തയ്യാറായില്ല. പരാതി നൽകാൻ മാത്രം ആ വീഡിയോയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. ഷിംജിതയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആ വീഡിയോ എടുക്കൽ മാത്രമായിരുന്നു. അല്ലാതെ ശാരീരികമായി ആക്രമിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ അല്ലായിരുന്നു ഷിംജിതയ്ക്ക് ഉണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടാൽ അറിയാം, ചിരിച്ചുകൊണ്ടാണ് അവൾ വീഡിയോ എടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. വർണ്ണദാസ് പ്രതികരിച്ച പോലെ തന്നെ എല്ലാ പെൺകുട്ടികളും പ്രതികരിക്കണം എന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. വീഡിയോ എടുത്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് പരാതി കൊടുക്കാനുള്ള മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. വർണ്ണദാസ് ഇവിടെ വീഡിയോക്കല്ല പ്രാധാന്യം കൊടുത്തത്, പരാതി കൊടുക്കാനായിരുന്നു. ആ പരാതി അവർ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാലും ബോധവൽക്കരണമായ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായി അവർ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയുണ്ടായി. റീച്ചിന് വേണ്ടി യാതൊരു ഗിമ്മിക്കുകളും കാണിക്കാതെ ചെയ്ത ഈ വീഡിയോ ആണെങ്കിൽ 70 ലക്ഷം ആളുകൾ കാണുകയും ചെയ്തു. അത്രയും ആളുകൾക്ക് ആ വീഡിയോ ഉപകാരപ്രദമായി എന്നുള്ളതാണ്. ഈ വീഡിയോ കണ്ട് ഭൂരിഭാഗം ആളുകളും വർണ്ണദാസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. കേസുമായി അവർ മുന്നോട്ട് പോകാത്തതായിരുന്നു പലരുടെയും പ്രശ്നം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജെനുവിൻ കേസാണോ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. പക്ഷെ അബ്ഷാക്കെ റിജയെ പോലെ ഷിംജിതയെ പോലെ ഒന്നുമില്ലാത്ത വീഡിയോ പൊക്കി പിടിച്ച് വരികയാണെങ്കിൽ ആളുകൾ ഏറെ കയറ്റാനും മടിക്കില്ല. അത്രേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ ദീപിക്കിന്റെയും ഷിംജിതയുടെയും വിഷയം ഇത്ര അധികം വൈറലായ സമയത്ത് വർണ്ണദാസ് അന്നത്തെ തന്റെ അനുഭവം ഓർത്തെടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കണ്ടോക്കാം. ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. 2025 അതായത് കഴിഞ്ഞ കൊല്ലം ജൂലൈ 31 ഞാൻ 2 മിനിറ്റ് 46 സെക്കൻഡുള്ള ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് പോസ്റ്റ് ഇടുന്നത്. ഈ പറഞ്ഞ പോലെ റീച്ച് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ഉള്ള ഒരു സമയം നോക്കിയിട്ട് പോസ്റ്റ് ഇട്ട വീഡിയോ ഒന്നും ആയിരുന്നില്ല അത്. പക്ഷെ ഒരു ദിവസത്തിനകം 1 മില്യൺ ആൾക്കാർ 24 മണിക്കൂർ തികഞ്ഞതിന് മുമ്പേ 1 മില്യൺ ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്. അതിന് ഒരുപാട് റീഷെയർസും ഒരുപാട് ആ വീഡിയോനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പേര് എന്നെ പേഴ്സണലി എനിക്ക് DM ആയിട്ടും എന്നെ ചീത്ത വിളിച്ചും സപ്പോർട്ട് ചെയ്തും ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ 4000-ലധികം കമന്റുകൾ വന്നിട്ടുണ്ട്. ട്രെയിനിൽ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ്, അപ്പൊ അതിനെ ലീഗലായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തു. റെയിൽ മദത് എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻ എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അത് ഒരുപാട് പേരിലേക്ക് എത്തി എന്നറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിനടിയിൽ കുറെ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ അയാളുടെ ചിത്രം കാണിച്ചില്ല, എന്തുകൊണ്ട് ഞാൻ അയാളുടെ വീഡിയോ എന്തുകൊണ്ട് ഞാൻ അതിലിട്ടില്ല, ഞാൻ അയാളുടെ മുഖം എന്തുകൊണ്ട് ഞാൻ അതിൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ മുഖം കാണിച്ചില്ല എന്ന് പറഞ്ഞു ഒരുപാട് കമന്റ്സ് അതിലുണ്ടായിരുന്നു. എന്റെ ഉദ്ദേശം ആ ആപ്ലിക്കേഷനെ പറ്റി 4 ആൾ അറിയണം, അല്ലെങ്കിൽ എന്നെ പോലെ അല്ലെങ്കിൽ ആർക്കെങ്കിലും പെട്ടെന്ന് ഹെൽപ്പ് വേണ്ട സമയത്ത് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് എപ്പോഴെങ്കിലും ഇങ്ങനെ റീല് കാണുമ്പോഴെങ്കിലും ആള് സേവ് ചെയ്ത് വെച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ മരണശേഷം ഒരുപാട് പോസ്റ്റുകളും റീലുകളും വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആണുങ്ങൾ ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് കാർഡ്ബോർഡ് ഇടയിൽ പാർട്ടീഷൻ വെച്ചാലാണ് അവർ യാത്ര ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കാർഡ്ബോർഡ് കൊണ്ട് ചുറ്റി കെട്ടിയിട്ട് അങ്ങനെ വേണം യാത്ര ചെയ്യാൻ. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു. വർഷങ്ങളായി ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, സ്ത്രീകൾ, ഞാൻ ഒരു പക്ഷം ചേർന്ന് പറയല്ല, പക്ഷെ വർഷങ്ങളായി ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ അങ്ങനെയാണെങ്കിൽ ബസ് കയറാതിരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പൊതുവായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ എല്ലാം ഒഴിവാക്കണ്ടേ? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇനി ഒരു പക്ഷെ ഇത് റിയൽ ആയിട്ട് നടന്നാലും ശരിക്കും നടന്നാൽ പോലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൾ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനോ ഒന്ന് പേടിക്കും. കാരണം അപ്പുറത്തിരിക്കുന്ന ആള് ഏത് രീതിയിലാണ് അത് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ നിരപരാധിയാണെങ്കിലും ആ കുട്ടി കുറ്റവാളി. ഇൻസ്റ്റാഗ്രാം പോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ദുരുപയോഗം ചെയ്ത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ലീഗലി ഫോർവേഡ് ചെയ്തുകൂടാ?
നിങ്ങൾക്ക് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ലൈൻ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് അതിൽ റിപ്പോർട്ട് ചെയ്യാം, ക്രൈം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതല്ലാതെ അടുത്തിരിക്കുന്ന ആളുടെ മുഖം കാണിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മാനസിക സമാധാനം കളയുന്ന ടൈമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? ഒരു പറച്ചിലുണ്ട്, 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്. നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു അബദ്ധം കാരണം അങ്ങനൊന്നും ഉണ്ടാവാതെ. ഈ പെൺകുട്ടി പറഞ്ഞ ആരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഷിംജിതയുടെ കയ്യിലിരിപ്പ് കാരണം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളത്. ഇനി യഥാർത്ഥത്തിൽ ഒരു അനുഭവം ഉണ്ടായാൽ പോലും സ്ത്രീകൾ പ്രതികരിക്കാൻ മടിക്കും, വീഡിയോ എടുക്കാൻ പേടിക്കും, ആളുകൾ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കും. കുറച്ച് കാലത്തേക്കെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ 1-2 സ്ത്രീകൾ ഉടായ്പ കാണിച്ചു എന്ന് വെച്ച് എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. ചില ഫെമിനിസ്റ്റുകളെ പോലെ ആവരുത് നമ്മൾ. ചില പുരുഷന്മാരുടെ കയ്യിലിരിപ്പ് മൂലം സകല പുരുഷന്മാരും ഉടായ്പകളാണെന്നും പറഞ്ഞ് പുരുഷ വിരോധവും കൊണ്ട് നടക്കുന്ന കുറെ ഫെമിനിസ്റ്റുകളുണ്ട്, കുറെ ഊള ഫെമിനിസ്റ്റുകൾ. അവരെ പോലെ ആകരുത് നിങ്ങൾ. ചില സ്ത്രീകൾ ഉടായ്പ കാണിച്ചു എന്ന് കരുതി എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല. ജെനുവിനായ കേസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ അമ്മയോടും പെങ്ങളോടും പോയി ചോദിച്ചാൽ മതിയാകും, അവർ തന്നെ പറഞ്ഞു തരും അവർക്കുണ്ടായ അനുഭവങ്ങൾ. ഒരു ഷിംജിതയും അബ്സാക്കെ രജിയും ഉടായ്പ കാണിച്ചു എന്ന് കരുതി ഇതൊന്നും ഇവിടെ നടക്കാത്ത കാര്യങ്ങളാണെന്ന് ആരും ചിന്തിച്ചു വെക്കരുത്. ജെനുവിനായ കേസുകളിൽ നമ്മൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. എന്നാൽ ഉടായ്പ കാണിച്ചാലോ നല്ല പണിയും കൊടുക്കണം. പിന്നെ ഈ പെൺകുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പെൺകുട്ടി മാത്രമല്ല പലരും സമാനമായ അഭിപ്രായം പറയുന്നത് കണ്ടിരുന്നു. അതായത് ഇനി മുതൽ പുരുഷന്മാർ ബസ്സിൽ കയറുമ്പോൾ കാർഡ്ബോർഡ് കൊണ്ട് ശരീരം മുഴുവനും മറയ്ക്കണം. പുരുഷന്മാർ സഞ്ചരിക്കുന്ന ബസ്സിൽ സ്ത്രീകളെ കയറ്റരുത്. അങ്ങനെ കുറച്ച് ഓവറായ രീതിയിൽ പുരുഷന്മാർ ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല സ്ത്രീകളും അതിനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും പുരുഷന്മാരെ പേടിച്ച് പുറത്തിറങ്ങാൻ പാടില്ലല്ലോ എന്നായിരുന്നു പല സ്ത്രീകളും പ്രതികരിച്ചിരുന്നത്. നിങ്ങളുടെ ആ പ്രതികരണത്തിൽ തന്നെ ഈ കാർഡ്ബോർഡ് വിഷയത്തിൽ നിങ്ങൾക്കുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഫെമിനിസ്റ്റുകൾക്ക് പണ്ട് മുതലുള്ള നിലപാട് ഇങ്ങനെ തന്നെയായിരുന്നു. പുരുഷന്മാരെ പേടിച്ച് നടക്കാൻ പറ്റുന്നില്ല, എല്ലാ പുരുഷന്മാരും കണക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള നിങ്ങൾക്ക് ചില പുരുഷന്മാർ കാർഡ്ബോർഡ് വെച്ച് നടക്കണം, അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷന് സെപ്പറേറ്റ് ബസ് വേണമെന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? സംഭവം കാർഡ്ബോർഡ് ഒക്കെ കുറച്ച് ഓവറാണ്, പക്ഷെ നിങ്ങൾക്ക് അത് പറയാൻ യോഗ്യതയില്ല. ഇതിലും വലുത് പറഞ്ഞ ആളുകളാണ് നിങ്ങളൊക്കെ. ഇവിടെ നിരപരാധിയായിട്ടും അപമാനം സഹിക്കേണ്ടി വന്ന ആദ്യത്തെ പുരുഷനൊന്നുമല്ല ദീപക്. ഇതിനു മുമ്പ് സ്ത്രീകളുടെ കള്ളക്കേസിൽ കുടുങ്ങി അപമാനിക്കപ്പെട്ട ഇഷ്ടംപോലെ പുരുഷന്മാരുണ്ട്. എത്രയോ വർഷം ജയിലിൽ പോയി കിടക്കേണ്ടി വന്ന പുരുഷന്മാരുണ്ട്. അന്നൊന്നും പക്ഷെ ഇങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവസരം പുരുഷന് കിട്ടിയിരുന്നില്ല. എന്നാൽ ദീപകിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു അവസരം കിട്ടി, അവരത് മുതലാക്കി. അങ്ങനെ വിചാരിച്ചാൽ മതി. എന്തായാലും കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.